കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരന് കുരുക്ക്. ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത് സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കോർപ്പറേഷൻ മുൻ MD കെ രതീഷിനെ വിചാരണ ചെയ്യുന്നതിനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകിയാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ഇറങ്ങിയത്. വിശദാംശങ്ങളുമായി ബിനിലും ഷബ്നയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. അപ്പോൾ ആദ്യം ബിനിലിലേക്കാണ്. ബിനിൽ, എന്തായാലും ഇക്കാര്യത്തിൽ ആർ ചന്ദ്രശേഖരൻ അടക്കം വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി നടപടികൾ? ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. ഇന്നലെ രാത്രി വൈകിയാണ് ഈ ഉത്തരവ് ഇറങ്ങിയത്. മന്ത്രി ഷിബു ബേബി ജോൺ അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും ഇത് ഹൈക്കോടതിയെ അറിയിക്കുക. നേരത്തെ 3 തവണ ഇടത് സർക്കാരിന്റെ കാലത്ത് ഈ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ 3 സമയത്തും അനുമതി നൽകിയിരുന്നില്ല. അത് വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തു. ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് INTUC നേതാവ് പ്രതിയായ ആ പ്രതിക്ക് അനുമതി നൽകാതിരിക്കുന്നത് ചോദ്യമാണ് പൊതുവിൽ ഉയർന്നത്. അന്ന് വലിയ വിമർശനം ഉയരുകയും ചെയ്തതാണ്. INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പിണറായി വിജയന് അനുകൂലമായി നിൽക്കുന്നു, അതുകൊണ്ട് അനുമതി നൽകുന്നില്ല എന്ന രാഷ്ട്രീയ വിമർശനം കൂടി അവിടെ ഉയർന്നതാണ്. പ്രത്യേകിച്ച് ആശാ സമരത്തിലൊക്കെ INTUC പങ്കെടുത്തപ്പോൾ സംസ്ഥാന സർക്കാരിന് അനുകൂലമായി നിലകൊണ്ട് ആ ചർച്ച പൊളിക്കുന്നതിന് ആർ ചന്ദ്രശേഖരൻ നിലകൊണ്ടു എന്നുള്ള വിമർശനവും അന്ന് പ്രതിപക്ഷത്ത് നിന്ന്, പ്രത്യേകിച്ച് UDF-ന്റെ മുന്നണിയിൽ പല പാർട്ടികളും അത് ഉന്നയിക്കുകയും ചെയ്തതാണ്. നിലവിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു കോടതി അലക്ഷ്യ നടപടിയിലേക്ക് പോയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അനുമതി നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. VD സതീശനാണ് അക്കാര്യം തീരുമാനിച്ചതും പിന്നീട് ആ ചർച്ചകൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തത്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ആ ഉത്തരവിൽ ഒപ്പ് മന്ത്രി വെക്കുന്നത്. എന്തായാലും അന്വേഷിക്കുക 3 വർഷത്തെ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് 2006 മുതൽ 15 വരെയുള്ള കാലത്തെ കശുവണ്ടി, തോട്ടണ്ടി ഇറക്കുമതി, അസംസ്കൃത വസ്തു ഇറക്കുമതി ചെയ്തതിലെ ഈ അഴിമതിയാണ് അന്വേഷിക്കുക. ഏകദേശം 500 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കടകംപള്ളി മനോജിന്റെ ആരോപണം, പരാതിക്കാരന്റെ ആരോപണമായി ഉയർന്നു വന്നത്. ഇതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ ആർ ചന്ദ്രശേഖരൻ പറഞ്ഞത് 2012 മുതൽ 15 വരെ 3 വർഷക്കാലമാണ് താൻ അവിടെ ഈ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ചെയർമാനായി ഇരുന്നിട്ടുള്ളത്. ആ 3 വർഷത്തെ കണക്ക് മാത്രം താൻ ബോധിപ്പിച്ചാൽ മതിയല്ലോ എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇവിടെ CBI അന്വേഷിക്കുന്നത് ഏകദേശം 10 വർഷത്തെ ഈ നടപടിക്രമങ്ങളും ഒക്കെയാണ് അന്വേഷിക്കുക. അതിൽ 3 വർഷത്തെ മാത്രം പ്രതികരണം നടത്തിയാൽ മതിയല്ലോ, അതിൽ വിശദീകരിച്ചാൽ മതിയല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ഇന്നെന്തായാലും ഇക്കാര്യത്തിൽ പ്രതികരണം നമ്മൾ ആർ ചന്ദ്രശേഖരനോട് ചോദിച്ചിരുന്നു. ഈ കോടതിയിൽ സർക്കാരിന്റെ നിലപാട് അറിയിച്ചതിന് ശേഷം ഒരു പ്രതികരണം നടത്താം എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഏറ്റവും ഒടുവിൽ, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, ഇടത് സർക്കാരിന്റെ കാലത്ത് 3 തവണ അനുമതി നൽകാതിരുന്ന പ്രോസിക്യൂഷൻ അനുമതിക്കാണ് ഈ സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഹൈക്കോടതിയെ നിലപാട് അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാതി. ശരി ബിനിൽ, ഷബ്നയിലേക്ക് കൂടി ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഷബ്ന, എന്തായാലും സർക്കാർ ഇക്കാര്യം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ചന്ദ്രശേഖരനെയും അതുപോലെ തന്നെ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് ഹൈക്കോടതിയിൽ ഇന്ന് സർക്കാർ അറിയിക്കുക. ഇതിനു പിന്നാലെ ഇനി ഹൈക്കോടതി എന്തെല്ലാം നടപടികളാകും സ്വീകരിക്കുക? സ്വാതി, ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ദീർഘനാളായി പരിഗണനയിലുള്ള വിഷയമാണ്. ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലാണ് ഈ വിഷയം നേരത്തെ തന്നെ എത്തിയിരുന്നത്. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട്, നമുക്കറിയാം, CBI കേസിൽ അന്വേഷണം നടത്തി ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതിനുശേഷം ഈ 2 പേരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് സർക്കാർ അനുമതി നൽകേണ്ടതുണ്ട്. CBIക്ക് വിചാരണ ആരംഭിക്കണമെങ്കിൽ ഈ സർക്കാരിൻ്റെ അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ വിചാരണ നടപടികൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഘട്ടത്തിലാണ് കടകംപള്ളി മനോജ് കോടതിയെ സമീപിക്കുന്നത്. വിചാരണ നടപടികൾ ആരംഭിക്കാനായി പ്രോസിക്യൂഷൻ അനുമതി നൽകണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നു. ജസ്റ്റിസ് ബദറുദ്ദീൻ 3 തവണ ഇത്തരത്തിൽ അനുമതി നൽകണം എന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കുന്നു. പലതവണയും സർക്കാർ ഇത് അനുസരിക്കാതെ പിന്നീട് ഇതിൽ വിശദീകരണം നൽകുന്നു. കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്ന രീതിയിലുള്ള വിശദീകരണമായിരുന്നു സർക്കാർ ഓരോ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ കോടതി രൂക്ഷമായി സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. LDF സർക്കാർ എന്തിനാണ് ഈ കോൺഗ്രസുകാരെ സംരക്ഷിക്കുന്നത് എന്ന രീതിയിലുള്ള ചോദ്യം വരെ കോടതിയുടെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടായിരുന്നു. സാധാരണ ജനങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെ കോടതിയും അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്തുകൊണ്ട് ഇവരെ പ്രോസിക്യൂഷനുള്ള അനുമതി നൽകുന്നില്ല എന്ന കാര്യത്തിൽ വ്യക്തത വേണം എന്ന് കോടതി കർശന നിലപാട് സ്വീകരിച്ചു. പിന്നീട് ഇതിൽ കോടതിയലക്ഷ്യ ഹർജിയായി മാറുകയായിരുന്നു. കാരണം കോടതിയുടെ ഉത്തരവ് സർക്കാർ പല ഘട്ടങ്ങളിൽ അവഗണിച്ചു. അതിനുശേഷം കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോൾ വ്യവസായ സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞു. എന്നാൽ സെക്രട്ടറി പലതവണ ഹാജരാകാതെ അവധി
അപേക്ഷ നൽകുകയും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിക്കുകയും ചെയ്തു. ഇത് കോടതിയെ വീണ്ടും ചൊടിപ്പിച്ചു. നേരിട്ട് തന്നെ ഹാജരായി ഇതിൽ വിശദീകരണം നൽകണം എന്ന കർശന നിലപാട് ജസ്റ്റിസ് ബദറുദ്ദീൻ സ്വീകരിക്കുകയും പിന്നീട് വ്യവസായ സെക്രട്ടറി മുഹമ്മദ് അനീഷ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നേരിട്ടെത്തി ഇതിൽ വിശദീകരണം നൽകുകയും ചെയ്തു. കോടതി ഉത്തരവ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോടതി ഉത്തരവിനെ ബഹുമാനിക്കാത്തത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുകയും ഉടൻ തന്നെ പ്രോസിക്യൂഷൻ അനുമതി നൽകണം എന്ന കാര്യത്തിൽ ഉത്തരവിടുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ സർക്കാർ ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. അതിനുശേഷമായിരിക്കും കോടതി ഇതിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകി കഴിഞ്ഞാൽ പിന്നെ മറ്റ് നടപടികൾ CBI കോടതിയിലാണ് നടക്കേണ്ടത്. അത് CBI കോടതിയിലേക്ക് സാധാരണ മുറയ്ക്ക് പോകും. ഇപ്പോഴേതായാലും ഈ കണ്ടംപ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ കോടതിയിൽ ഇന്ന് ഈ കാര്യങ്ങൾ സർക്കാർ വിശദീകരിക്കുകയായിരിക്കും ഉണ്ടാകുക. ശരി ഷബ്ന.